അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആർക്കാ അറിയാത്തത്? ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്ത് അറിയാത്ത ആരുമില്ലല്ലോ. എല്ലാവർക്കും അറിയാം, എപ്പോഴും നമ്മൾ കേൾക്കുന്നതാണ്, മിമ്പറിൽ നിന്നായാലും എവിടെ നിന്നായാലും. ഇന്നല്ലാഹു മലായികത്തുഹു എന്ന ഈ ആയത്ത് ഇറങ്ങിയത് ശഅബാൻ മാസത്തിലാണ്. ഒരുപാട് അർത്ഥമുണ്ടായില്ല കേട്ടോ. അപ്പോൾ അള്ളാഹും മലക്കുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലണമെന്ന് പറഞ്ഞാൽ അള്ളാഹും മലക്കുകളും കൂടിയിരുന്നിട്ട് സ്വലാത്ത് ചൊല്ലണമെന്നല്ല അതിൻ്റെ അർത്ഥം. അള്ളാഹു മലക്കുകളുടെ സാന്നിധ്യത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നുണ്ട്, എപ്പോഴും പറയാറുണ്ട്. സ്വലാത്ത് അതായത് പുകഴ്ത്തുക, അവിടുത്തെ മദ്ഹ് പറയുക ഒക്കെ സ്വലാത്തിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ, ഇവിടെ അള്ളാഹ് പറഞ്ഞ സത്യവിശ്വാസികളോടാണ്, മറ്റാത്തവർക്കത് പറയില്ല, അത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് നിങ്ങളും റസൂലുള്ളാഹിൻ്റെ പേരിൽ സലാമും ചെല്ലണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ മാസം ഈ ശഅബാനിലാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്ത് അധികരിപ്പിക്കുക, കാരണം പരിശുദ്ധ റമളാനിൻ്റെ പടിവാദിക്കലാണ് നമ്മളൊക്കെ ഉള്ളത്. റമളാൻ എന്ന് പറയുമ്പോൾ തന്നെ മുഅ്മിനീങ്ങളെ കൽബിന് കിട്ടുന്നൊരു സന്തോഷമുണ്ട് മക്കളെ, വല്ലാത്തൊരു സന്തോഷമാണത്. റമളാൻ വരുമ്പോൾ ബിസിനസ്സുകാർക്ക് ബിസിനസ് സീസൺ വരുമ്പോൾ വലിയ സന്തോഷമല്ലേ, വലിയ സന്തോഷമാണ്. എന്നതുപോലെ തന്നെ റമളാൻ വരുമ്പോൾ മുഅ്മിനീങ്ങളെ, ഈമാനുള്ള മനുഷ്യൻ്റെ കൽബിൽ, മനുഷ്യത്വമുള്ളവരുടെ മനസ്സിൽ അത് വല്ലാത്തൊരു സന്തോഷമാണ്. ആ സന്തോഷം രേഖപ്പെടുത്തൽ ഈ ശഅബാൻ മാസത്തിൽ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി ശഅബാന വബല്ലിഗ്നാ റമളാൻ എന്ന പ്രാർത്ഥന കാത്തിരിക്കുകയാണ്. പുതിയാപ്പിള പെണ്ണ് കല്യാണം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പിള കാത്തിരിക്കുന്നത് പോലെ, പെണ്ണ് കാത്തിരിക്കുന്നത് പോലെ റമളാനെ കാത്തിരിക്കുകയാണ് വിശ്വാസികൾ. കാരണം ചെയ്യണതിനൊക്കെ പ്രതിഫലം കൂടിക്കിട്ടുമ്പോൾ ബിസിനസ്സുകാർക്ക് കിട്ടുന്നത് പോലെ അവർക്കതിന് വലിയ സന്തോഷമാണ്. ഊണ് ഉറക്കൊഴിച്ചിട്ട് അവരതിനണ്ട് തയ്യാറാവുകയാണ്. ബിസിനസ്സുകാരങ്ങ് തയ്യാറാവും. ഉറക്കൊന്നും ഒരു പ്രശ്നമല്ല, കാരണം ലാഭം നല്ലോണം കിട്ടുകയാണ്. ഇതുപോലെ റമളാനിൽ ലാഭം നല്ല കൊയ്തെടുക്കുന്ന, ഒന്നിനൊന്നിന് പ്രതിഫലം, അടിപൊളി പ്രതിഫലം നൽകുന്ന ഈ പരിശുദ്ധ മാസം വരുമ്പോൾ വിശ്വാസികൾ സന്തോഷിക്കൂലേ? വല്ലാത്ത സന്തോഷമാണ്. അപ്പോൾ സ്വലാത്ത് കൊണ്ടും മറ്റെല്ലാ നല്ല നല്ല അമലുകളെ കൊണ്ടും ഈ ശഅബാൻ മാസത്തിനെ ഒന്ന് അലങ്കരിക്കുക, ആഘോഷിക്കുക, എന്നിട്ട് ആ പരിശുദ്ധ റമളാനിലേക്ക് കടക്കുക. അതാണ് നമുക്ക് വേണ്ടത്. ഈ ആയത്തിറങ്ങിയ മാസമാണ് ശഅബാൻ. അതുകൊണ്ട് ഈ ശഅബാനിൽ നന്നായി സ്വലാത്ത് ചൊല്ലുക. ശഅബാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അനുഗ്രഹം നിറഞ്ഞ മാസമാണ്, ഉമ്മത്തികൾക്ക് അനുഗ്രഹമുള്ള മാസമാണ്. അതുകൊണ്ട് നന്നായി സ്വലാത്തുകൾ പെരുപ്പിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വലാത്തുകൾ ഇങ്ങനെ പെരുപ്പിച്ച പരിശുദ്ധ മദീന ഗ്രീൻ ഡോം, പച്ച കുബ്ബ മനസ്സിൽ കണ്ട് നന്നായി സ്വലാത്ത് ചെല്ലാൻ എല്ലാവരും ശ്രമിക്കുക. സ്വലാത്തുകൾ നിരന്തരം ചെല്ലുമ്പോൾ കൽബിനത് വല്ലാത്ത ക്ലിയറാണ്. എന്ത് ചെല്ലിയാലും എന്ത് ചെയ്താലും അല്ലാഹു തആല ആഖിറത്തിൽ പ്രതിഫലം നൽകും. സ്വലാത്ത് ചെല്ലിയാൽ ദുന്യാവും തന്നെ കിട്ടും നല്ല പ്രതിഫലം, ആഖിറത്തിലും കിട്ടും. എന്ത് അമൽ ചെയ്താൽ അള്ളാഹ് സ്വീകരിച്ചാലേ സ്വീകരിക്കാൻ പറ്റൂ. നമുക്ക് ഉൾക്കൊള്ളാൻ സ്കാരം എന്തായാലും അള്ളാഹ് സ്വീകരിക്കണമല്ലോ. പക്ഷെ സ്വലാത്ത് എന്തായാലും അള്ളാഹ് സ്വീകരിക്കും. ഏത് ദുർമാർഗി ചെല്ലിയാലും സ്വീകരിക്കും. കാരണം സ്വലാത്ത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ മേലിൽ മദ്ഹ് പറയുമ്പോൾ അത് അള്ളാഹ് സ്വീകരിക്കും. കാരണം അള്ളാഹുവിൻ്റെ ഹബീബാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അതുകൊണ്ട് ഈ മാസം നിങ്ങൾ നന്നായി സ്വലാത്ത് കൊണ്ട് അധികരിപ്പിക്കുക. നടത്തത്തിലും യാത്രയിലും വാഹനം ഓടിക്കുമ്പോഴും ഏത് സമയത്തും സ്വലാത്തുകൾ ഇങ്ങനെ പെരുപ്പിക്കുക. ഇന്നല്ലാഹു മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. അള്ളാഹ് പറഞ്ഞാണത്. അള്ളയും മലക്കളും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങളും നിസ്കരിച്ചോളി. അള്ളയും മലക്കളും നോമ്പ് വൽക്കുന്നുണ്ട്, നിങ്ങൾ നോമ്പ് വറ്റോളി എന്നല്ലല്ലോ പറഞ്ഞത്.
അള്ളിയും മലക്കുകളും സലാത്ത് ചെല്ലുന്നുണ്ടെങ്കിലും ചൊല്ലിക്കോളിയും. ഇങ്ങനെ പറഞ്ഞൊരു ഇബാദത്ത് വേറെ ഏതാ ഉള്ളത്? അള്ളാഹു മലക്കുകളും റസൂലുള്ളാഹിനെ പുകഴ്ത്തുന്നു. അവിടുത്തെ കാരുണ്യത്തിനു വേണ്ടി കാരുണ്യത്തെക്കുറിച്ച് പറയുന്നു. അവിടെ നിന്ന് അള്ളാഹു ചെയ്തു കൊടുത്ത വലിയ വലിയ നിഅമത്തുകളെക്കുറിച്ച് പറയുന്നു. അങ്ങനെ മദ്ഹുകൾ, സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മദ്ഹ് കൂടുക എന്ന്. അത് മൗലുദും അതൊക്കെ അതിൽപ്പെട്ടത് തന്നെ. ഒരുമിച്ച് കൂടുക, മദ്ഹ് പറയുക, റസൂലുള്ളാഹിനെ പുകഴ്ത്തുക, ഇതൊക്കെ കൂലിയുള്ള കാര്യമാണ്. ദിക്റുൽ അംബിയാ ഇബാദത്തുൻ, അമ്പിയാക്കളെക്കുറിച്ച് ചർച്ച ചെയ്യൽ തന്നെ ഇബാദത്താണെന്നല്ലേ. അതുകൊണ്ട് നല്ലോണം സ്വലാത്ത് നന്നായി ചൊല്ലുക. നമ്മളെ നാവിൻ തുമ്പിൽ അത്തിർ ഫമക്ക ബി സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെ നാവിൻ്റെ സുഗന്ധം ഉണ്ടാവണം, വായ സുഗന്ധം ഉണ്ടാവണം സ്വലാത്തുകളെ കൊണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.